മനുഷ്യനെ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലണമെങ്കിൽ അത് മനുഷ്യന് മാത്രമേ കഴിയൂ. മനുഷ്യരിലെ മൃഗവാസന ഏതു സമയത്തും മറന്നീക്കി പുറത്തു വരാം. ഒരാളോട് പകയോ വൈരാഗ്യമോ ഉണ്ടായാൽ മാത്രമല്ല, ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും സുഹൃത്തുക്കളെയും ഉറ്റവരെയും ക്രൂരമായി വകവരുത്തുന്നവർ. മദ്യമോ ലഹരിയോ ഉള്ളിൽ ചെന്നാൽ ചിലർ പിന്നെ മൃഗങ്ങളാകും. കൺമുന്നിൽ കാണുന്നവരെ ആക്രമിക്കും. തിരുവനന്തപുരം കിളിമാനൂരിൽ സുഹൃത്തിനെ യുവാവ് കൊലപ്പെടുത്തിയത് ഒന്നിച്ചിരുന്ന് മദ്യപിക്കുമ്പോഴാണ്. പ്രകോപനമായത് പെൺസുഹൃത്തിനെ പറ്റി ചെറിയൊരു കമൻറ്റ് പറഞ്ഞതിന്. മദ്യത്തിൻ്റെ ലഹരിയിൽ പോലീസിനെ പോലും ഭയമില്ലാത്തവരാണ് ഈ നാടിൻ്റെ വിപത്ത്. പൂജപ്പുരയിൽ മദ്യപിച്ച് ലക്കുകെട്ട് പോലീസിനെ ആക്രമിച്ചത് ഗുണ്ടാ നേതാവാണെങ്കിൽ, കൊച്ചിയിൽ ഒരു യുവതിയാണ് പോലീസിനെ കയ്യേറ്റം ചെയ്തത്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഞാൻ അവനെ അടിച്ചു കൊന്നു. മദ്യലഹരിയിൽ യാതൊരു കൂസലുമില്ലാതെ പോലീസ് സ്റ്റേഷനിലെത്തി ഒരു യുവാവ് വെളിപ്പെടുത്തൽ നടത്തുന്നു. തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി അഭിലാഷിനെ മദ്യപാനത്തിനിടെയാണ് സുഹൃത്ത് അരുൺ ക്രൂരമായി അടിച്ചു കൊലപ്പെടുത്തിയത്. അരുണിൻ്റെ പെൺസുഹൃത്തിനെ പറ്റി അഭിലാഷ് മോശമായ ഒരു കമൻറ്റ് പറഞ്ഞു. ഇതിൻ്റെ പ്രകോപനമാണ് അരുൺ കൊലയ്ക്ക് കാരണമായത്. കൊലയ്ക്ക് ശേഷം അരുൺ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. തലയ്ക്കും നെഞ്ചിനുമേറ്റ ഗുരുതര പരുക്കാണ് മരണകാരണമായതെന്ന് പോലീസ് വ്യക്തമാക്കി. വ്യാഴാഴ്ച രാത്രിയായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം. സുഹൃത്തുക്കൾ തമ്മിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ അടിയേറ്റാണ് യുവാവ് കൊല്ലപ്പെട്ടത്. കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാട്ടുംപുറം സ്വദേശി ഉണ്ണിയുടെ മകൻ 28-കാരനായ അഭിലാഷാണ് മരിച്ചത്. ടയർ റീട്രേഡിംഗ് തൊഴിലാളിയായിരുന്നു അഭിലാഷ്. ഇയാളുടെ സുഹൃത്ത് പുളിമാത്ത് പന്തടിക്കളം അങ്കണവാടിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന 38-കാരനായ അരുണിനെ കിളിമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അരുണിന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺസുഹൃത്തിനോട് അഭിലാഷ് മോശമായി പെരുമാറിയതാണ് തർക്കത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. ഇതേ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് വിറകുകൊണ്ട് അടിച്ചുകൊല്ലുകയായിരുന്നു. പന്തടിക്കളം അങ്കണവാടിക്ക് സമീപമുള്ള അരുണിന്റെ വാടക വീട് കേന്ദ്രീകരിച്ച് മദ്യപാനം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. പതിവ് പോലെ ജോലി കഴിഞ്ഞ് അരുണിന്റെ വീട്ടിലെത്തിയ ഇരുവരും വീടിന് മുന്നിലിരുന്ന് മദ്യപിക്കവെയാണ് കൊലപാതകം. വിറക് കൊണ്ട് തലങ്ങും വിലങ്ങും അടിക്കുകയായിരുന്നുവെന്ന് അരുൺ പോലീസിനോട് വെളിപ്പെടുത്തി. അഭിലാഷിന്റെ തലയ്ക്കും നെഞ്ചിനും പുറത്തും മർദ്ദനമേറ്റു. ഒരു കാൽ ഒടിഞ്ഞ നിലയിലായിരുന്നു. അഭിലാഷിനെ അടിച്ചു വീഴ്ത്തിയ ശേഷം അരുണാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത്. അഭിലാഷിനെ ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊലപാതകത്തിന് പിന്നാലെ അരുൺ പോലീസ് സ്റ്റേഷനിലെത്തി കൂട്ടുകാരനെ താൻ അടിച്ചു കൊന്നുവെന്ന് അറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ കിളിമാനൂർ സിഐയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 കിളിമാനൂർ. കൊല്ലം കരുനാഗപ്പള്ളി എന്നടുക്കിയ കൊലപാതകം നടന്ന് 2 പകലും 1 രാത്രിയും പിന്നിടുന്നു. ഗുണ്ടാ നേതാവ് സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി പങ്കജ് ഉൾപ്പെടുന്ന സംഘത്തിനു വേണ്ടി പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. കൊലയാളി സംഘത്തിൽ ഒരാളെ മാത്രമാണ് ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞത്. കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള രാജപ്പനെയും കൂട്ടാളിയായ അതുലിനെയും ആലപ്പുഴയിൽ നിന്നാണ് പിടികൂടിയത്. എന്നാൽ കേസിലെ മറ്റു പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിക്കാത്തത് പോലീസിന് വെല്ലുവിളിയാകുന്നുണ്ട്. കൊലയാളി സംഘത്തിൽപ്പെട്ട മറ്റുള്ളവർ സംസ്ഥാനം വിടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ആലപ്പുഴയിൽ നിന്നാണ് 2 പ്രതികളെ പോലീസ് പിടികൂടിയത്. മേമന സ്വദേശി രാജപ്പൻ, അതുൽ എന്നിവരാണ് പിടിയിലായത്. ഇതിൽ രാജപ്പൻ കൊലപാതകത്തിൽ പങ്കാളിയാണെന്നും പ്രതികളെ സഹായിച്ചതാണ് അതുലിന്റെ പേരിലുള്ള കുറ്റമെന്നും പോലീസ് പറഞ്ഞു. മുഖ്യപ്രതി അലുവാദുലടക്കം 4 പേർ കൂടി ഇനി പിടിയിലാകാനുണ്ട്. അതേസമയം കൂടുതൽ പേർ കസ്റ്റഡിയിലുള്ളതായാണ് സൂചന. എന്നാൽ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കരുനാഗപ്പള്ളി ASPയുടെ നേതൃത്വത്തിലുള്ള 18-അംഗ അന്വേഷണ സംഘമാണ് പ്രതികൾക്കായി തെരച്ചിൽ നടത്തുന്നത്.
സംഭവത്തിൽ പോലീസ് തിരയുന്ന 5 പ്രതികളുടെ ചിത്രങ്ങൾ അന്വേഷണ സംഘം പുറത്തുവിട്ടിരുന്നു. പിടിയിലായ രാജപ്പന് പുറമെ കൊലയ്ക്ക് കൊട്ടേഷൻ നൽകിയതായി സംശയിക്കുന്ന ഗുണ്ടാ നേതാവ് പങ്കജ്, അതുൽ, പ്യാരി, ഹരി എന്നിവരുടെ ചിത്രങ്ങളാണ് പോലീസ് പുറത്തുവിട്ടത്. കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള രാജപ്പനെ പിടികൂടിയതോടെ മറ്റു പ്രതികളെയും ഉടൻ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. വ്യാഴാഴ്ച പുലർച്ചെയാണ് താച്ചയിൽ മുക്ക് സ്വദേശി സന്തോഷിനെ വീട്ടിൽ കയറി സ്ഫോടക വസ്തു എറിഞ്ഞ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. അരമണിക്കൂർ കഴിഞ്ഞ് വവ്വാക്കാവിൽ സന്തോഷിന്റെ സുഹൃത്തായ അനീറിനെയും ഇതേ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഗുണ്ടാ സംഘം സഞ്ചരിച്ച കാറിന്റെ ഉടമയും കാർ വാടകയ്ക്കെടുത്ത് നൽകിയയാളും പോലീസ് കസ്റ്റഡിയിലാണ്. കസ്റ്റഡിയിലുള്ള മനുവുമായി കൊലപാതകത്തിന്റെ തലേ ദിവസം പ്രതികൾ കൂടിക്കാഴ്ച നടത്തിയതിന്റെ ദൃശ്യവും പോലീസിന് ലഭിച്ചു. എന്നാൽ സൗഹൃദത്തിന്റെ പേരിലായിരുന്നു കൂടിക്കാഴ്ചയെന്നാണ് ഇയാളുടെ മൊഴി. ഇതിലും അന്വേഷണം നടക്കുകയാണ്. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൊല്ലപ്പെട്ട സന്തോഷ് 2014 പങ്കജിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയാണ്. പങ്കജിന്റെ വീട് തീവച്ച കേസിൽ സന്തോഷിനോടൊപ്പം അനീറും ഉണ്ടായിരുന്നതായും പോലീസ് പറയുന്നു. ന്യൂസ് 18 കൊല്ലം. ബിസിനസ്സിലെ സാമ്പത്തിക തർക്കത്തിൽ നടന്ന അരുംകൊല, പിന്നീട് തെളിവ് നശിപ്പിക്കാൻ മൃതദേഹം മാലിന്യക്കുഴിയിൽ കുഴിച്ചു മൂടുന്നു. തൊടുപുഴ സ്വദേശി ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയ കേസിൽ പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ബിജുവിൻ്റെ മൃതദേഹം മാൻഹോളിൽ തള്ളുന്നതിന് മുൻപ് മുഖ്യപ്രതി ജോമോൻ്റെ വീട്ടിൽ എത്തിച്ചതായും വെളിപ്പെടുത്തൽ. വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ബിജുവിനെ ആക്രമിച്ച രീതിയെക്കുറിച്ച് ഉൾപ്പെടെ പ്രതികൾ തുറന്നു പറഞ്ഞത്. 1-ാം പ്രതി ജോമോൻ, 2-ാം പ്രതി ആഷിഖ്, 3-ാം പ്രതി മുഹമ്മദ് അസ്ലം എന്നിവരെ ജോമോൻ്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഈ മാസം 20-നാണ് തൊടുപുഴ സ്വദേശി ബിജു ജോസഫിനെ ബിസിനസ് പങ്കാളി ജോമോന്റെ നേതൃത്വത്തിൽ കൊലപ്പെടുത്തിയത്. കൊട്ടേഷൻ സംഘമായിരുന്നു കൊലപാതകത്തിന് പിന്നിൽ. ബിജുവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ജോമോന്റെ വീട്ടിൽ എത്തിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. ഇതേ തുടർന്നാണ് പ്രതികളെ ജോമോന്റെ വീട്ടിൽ എത്തിച്ച് തെളിവെടുത്തത്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മുറിയിൽ നിന്ന രക്തക്കറ കണ്ടെത്തി. തറയിലും ഭിത്തിയിലുമാണ് രക്തക്കറ കണ്ടത്. മുടിയുടെ അവശിഷ്ടങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ജോമോനും മുഹമ്മദ് അസ്ലമും ആഷിഖും ചേർന്നാണ് ബിജുവിനെ വീട്ടിൽ എത്തിച്ചത്. മരിച്ചുവെന്നുറപ്പായപ്പോൾ കേസിലെ 4-ാം പ്രതിയായ ജോമിനെയും വിളിച്ചു വരുത്തുകയായിരുന്നു. പിന്നീട് 4 പേരും ചേർന്നാണ് ബിജുവിന്റെ മൃതദേഹം ഗോഡൌണിലേക്ക് മാറ്റിയത്. മൃതദേഹം വീട്ടിൽ എത്തിച്ച സമയം മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. മരിച്ചുവെന്നുറപ്പായപ്പോൾ ബിജുവിന്റെ മൃതദേഹം അടുത്തുള്ള ഗോഡൌണിൽ മാൻഹോളിൽ തള്ളുകയായിരുന്നു. ഗോഡൌണിലും പ്രതികളെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. സംഭവ സമയത്ത് പ്രതികൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ഇടിവളകളും ഇവിടെ നിന്ന് പോലീസ് കണ്ടെടുത്തു. കണ്ടെടുത്ത ഇടിവളകൾ ജോമോന്റേതും മുഹമ്മദ് അസ്ലമിന്റേതുമാണ്. കൊല്ലപ്പെട്ട ബിജുവിന്റെ വർക്ക്ഷോപ്പിലും ഷൂലേസ് വാങ്ങിയ കടയിലും പ്രതികളെ എത്തിച്ച് തെളിവെടുത്തു. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനാൽ കോടതിയിൽ ഹാജരാക്കിയ ജോമോൻ, മുഹമ്മദ് അസ്ലം, ജോമിൻ എന്നീ പ്രതികളെ വീണ്ടും റിമാൻഡ് ചെയ്തു. ഈ മാസം 31 വരെയാണ് ആഷിഖ് ജോൺസന്റെ കസ്റ്റഡി കാലാവധി. ന്യൂസ് 18 ഇടുക്കി. മക്കളില്ലാത്തതിൻ്റെ വേദനയിൽ കഴിയുന്ന ഒട്ടേറെ ദമ്പതികളുണ്ട് നമ്മുടെ നാട്ടിൽ. കുട്ടികളെ ദത്തെടുത്ത് സ്വന്തം മക്കളെപ്പോലെ നോക്കി വളർത്തുന്ന നിരവധി പേരെ കാണാൻ കഴിയും. അങ്ങനെയുള്ള നാട്ടിലാണ് പ്രസവിച്ച ഉടൻ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന അമ്മമാരെക്കുറിച്ച് കേൾക്കുന്നത്. ഇടുക്കി അരമനപ്പാറയിൽ നവജാത ശിശുവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് സ്വന്തം അമ്മയാണ്. കഴിഞ്ഞ ദിവസം നവജാത ശിശുവിൻ്റെ ശരീരഭാഗം കണ്ടെത്തിയ കേസിൻ്റെ അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നത്. കുട്ടിയെ പ്രസവിച്ച ഉടനെ കൊലപ്പെടുത്തി കുഴിച്ചിടുകയായിരുന്നുവെന്ന് മാതാവ് പോലീസിനോട് പറഞ്ഞു. കേസിൽ ജാർഖണ്ഡ് സ്വദേശിനി
പൂനം സോറത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജകുമാരി ഗജനാപ്പാറ അരമനപ്പാറ എസ്റ്റേറ്റിൽ നിന്നും നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിലാണ് വഴിത്തിരിവ്. കുട്ടിയെ മാതാവ് കൊലപ്പെടുത്തി കുഴിച്ചിട്ടതാണെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായതായി രാജാക്കാട് പോലീസ് അറിയിച്ചു. പ്രതിയായ യുവതിയുടെ ആദ്യ ഭർത്താവ് കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചു. അതിനുശേഷമാണ് ജാർഖണ്ഡ് സ്വദേശിയായ മറ്റൊരു യുവാവ് ഇവർക്കൊപ്പം താമസം ആരംഭിച്ചത്. ഗർഭിണിയാണെന്ന വിവരം യുവതി ഇയാളിൽ നിന്ന് മറച്ചുവെച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സുഖമില്ലെന്ന് പറഞ്ഞ് ഇവർ ജോലിക്ക് പോയിരുന്നില്ല. ആരുമറിയാതെ പെൺകുഞ്ഞിനെ പ്രസവിച്ച ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കുഴിച്ചിട്ടുവെന്നാണ് പോലീസിന്റെ നിഗമനം. യുവതിയോടൊപ്പം ഇപ്പോഴുള്ള യുവാവിന് ഇക്കാര്യം അറിവുണ്ടായിരുന്നില്ല. കുട്ടിയുണ്ടായ കാര്യം അറിഞ്ഞാൽ ഇയാൾ ഉപേക്ഷിക്കുമെന്ന് ഭയന്നാണ് കൃത്യം ചെയ്തതെന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വ്യാഴാഴ്ച ഏലത്തോട്ടത്തിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനെത്തിയ തൊഴിലാളികളാണ് നായ്ക്കൾ കടിച്ചുവലിച്ച നിലയിൽ നവജാത ശിശുവിന്റെ ശരീരാവശിഷ്ടം കണ്ടെത്തിയത്. രാജാക്കാട് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതിമാരുടെ കുഞ്ഞാണിതെന്ന് കണ്ടെത്തി. മാസം തികയാതെ ജനിച്ച കുഞ്ഞ് മരിച്ചതുകൊണ്ട് കുഴിച്ചിട്ടു എന്നാണ് ഇവർ ആദ്യം പോലീസിന് നൽകിയ മൊഴി. ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. 9 മാസം തികഞ്ഞ് ജനിച്ച കുട്ടിയാണെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായിരുന്നു. തുടർന്നാണ് പോലീസ് കുട്ടിയുടെ മാതാവിനെ വിശദമായി ചോദ്യം ചെയ്തത്. ന്യൂസ് 18 ഇടുക്കി. ഗുഡ് ടച്ചും ബാഡ് ടച്ചും എന്താണെന്ന് കുട്ടികളെ ഇപ്പോൾ സ്കൂൾ തലം മുതൽ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിന് കുറവുണ്ടോ? ഈ ബാഡ് ടച്ചിനെ കുറിച്ചൊന്നും പഠിപ്പിക്കാതിരുന്ന ഒരു കാലത്ത് പെൺകുട്ടികൾ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് കൂടി അറിയണം. കുട്ടിക്കാലത്ത് നേരിട്ട ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത് നടി വരലക്ഷ്മി ശരത് കുമാറാണ്. കുട്ടിക്കാലത്ത് തന്നെ 5-6 പേർ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വരലക്ഷ്മി തുറന്നു പറഞ്ഞത്. ഒരു ചാനലിലെ റിയാലിറ്റി ഷോയിൽ ജഡ്ജായി എത്തിയപ്പോൾ വരലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു തമിഴ് ചാനലിലെ ഡാൻസ് റിയാലിറ്റി ഷോയിൽ ജഡ്ജായി എത്തിയപ്പോഴായിരുന്നു വരലക്ഷ്മിയുടെ തുറന്നു പറച്ചിൽ. ഷോയിലെ മത്സരാർത്ഥികളിൽ ഒരാൾ കുടുംബത്തിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവം തുറന്നു പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് വരലക്ഷ്മി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ അനുഭവവും പങ്കിട്ടത്. ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഒരു കാര്യം അറിയാമോ? നിന്റെ സ്റ്റോറി എന്റെയും സ്റ്റോറിയാണ്. എല്ലാവരും വിചാരിക്കും ഞങ്ങൾ സ്റ്റാർ ഫാമിലിയാണ്, അതുകൊണ്ട് ഇതൊന്നും നടക്കില്ലെന്ന്. കഷ്ടപ്പാട് തന്നെയാണ്. കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോൾ ഞങ്ങളെ നോക്കാൻ മറ്റൊരാളുടെ അടുത്താക്കും. അവർ നല്ലവരാണെന്ന് കരുതിയാണ് കുട്ടികളെ ആരുടെയെങ്കിലും അടുത്ത് നോക്കാൻ ഏൽപ്പിക്കുന്നത്. ആ സമയത്ത് എന്നെ 5-6 പേർ ഉപദ്രവിച്ചിട്ടുണ്ട്. ആ ട്രോമയിൽ നിന്നെല്ലാം ഞാൻ കരകയറി. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ മനസ്സിലാകുന്നത്. മത്സരാർത്ഥിയോട് ഇങ്ങനെ വികാരാധീനയായാണ് വരലക്ഷ്മി പറഞ്ഞത്. കുട്ടികളെ ഗുഡ് ബാഡ് ടച്ചുകൾ മാതാപിതാക്കൾ പഠിപ്പിക്കണമെന്നും വരലക്ഷ്മി ഷോയിൽ ആവശ്യപ്പെടുന്നുണ്ട്. നടൻ ശരത് കുമാറിന്റെയും ഛായയുടെയും മകളാണ് വരലക്ഷ്മി ശരത് കുമാർ. അച്ഛന്റെ പാതയിലൂടെ വരലക്ഷ്മിയും സിനിമയിലേക്ക് എത്തുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു വരലക്ഷ്മി ശരത് കുമാറിന്റെ വിവാഹം. മുംബൈ സ്വദേശിയായ ആർട്ട് ഗാലറിസ്റ്റ് നിക്കോളായ് സച്ദേവാണ് താരത്തിന്റെ ഭർത്താവ്. ന്യൂസ് 18 ചെന്നൈ.
ലഹരി മാഫിയയെയും ക്രിമിനൽ സംഘങ്ങളെയും പേടിച്ച് പോലീസിന് പോലും ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. നേരത്തെ കാക്കിയിട്ടവരെ കണ്ടാൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന ക്രിമിനലുകൾക്കിപ്പോൾ ആരെയും പേടിയില്ല. തിരുവനന്തപുരം പൂജപ്പുരയിൽ SIയെ കുത്തിവീഴ്ത്തിയത് ഒരു ഗുണ്ടാ നേതാവാണ്. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ഗുണ്ടയെ പിടികൂടാൻ എത്തിയപ്പോഴാണ് പൂജപ്പുര സ്റ്റേഷനിലെ SI സുധീഷിന് നേരെ ആക്രമണമുണ്ടായത്. സംഭവത്തിൽ തിരുമല സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ ശ്രീജിത്ത് ഉണ്ണിക്കെതിരെ പോലീസ് കേസെടുത്തു. രാത്രി 9:30 തിരുമല കല്ലറമഠം ക്ഷേത്രത്തിന് സമീപമായിരുന്നു സംഭവം. ശ്രീജിത്ത് ഉണ്ണി മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നുവെന്ന പരാതി ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഘം സ്ഥലത്തെത്തിയത്. പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ SIയെ തള്ളിയിട്ട് വയറിൽ കുത്താൻ ശ്രമിച്ചു. തടഞ്ഞപ്പോൾ കൈവിരലിന് പരിക്കേറ്റു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ശ്രീജിത്ത് ഉണ്ണിയെ നേരത്തെ ഗുണ്ടാ നിയമപ്രകാരവും ജയിലിലടച്ചിരുന്നു. ഇയാൾക്കെതിരെ മയക്കുമരുന്ന് ഉപയോഗത്തിനും കേസുണ്ടെന്ന് പൂജപ്പുര പോലീസ് അറിയിച്ചു. പ്രതിയെ പിടികൂടാനുള്ള ശ്രമങ്ങളും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചി നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ലഹരി സംഘങ്ങളെ പൂട്ടാൻ പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് ശക്തമാണ്. അതിനിടെ ആരെയെങ്കിലും സംശയാസ്പദമായ രീതിയിൽ കണ്ടാൽ പോലീസ് ചോദ്യം ചെയ്യും. ഇങ്ങനെ കഴിഞ്ഞ ദിവസം എറണാകുളം അയ്യമ്പുഴയിൽ ഒരു യുവതിയും ആൺസുഹൃത്തും അർദ്ധരാത്രി ബൈക്കിലിരിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പോലീസുകാർ ചോദിച്ചതേയുള്ളൂ. അതോടെ യുവതിയുടെ പരാക്രമം. SIയുടെ മൂക്കിടിച്ച് തകർത്ത നേപ്പാൾ സ്വദേശിനി ഒപ്പമുണ്ടായിരുന്ന 3 പോലീസുകാരെയും ആക്രമിച്ചു. കേസിൽ നേപ്പാൾ സ്വദേശിനി ഗീതയെയും ആൺസുഹൃത്ത് സുമനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അയ്യമ്പുഴയുടെ ചില ഭാഗങ്ങളിൽ രാത്രികാലങ്ങളിൽ ലഹരി മാഫിയ സംഘങ്ങളുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് ആക്രമണം. പുലർച്ചെ 1:30 SIയും ഡ്രൈവറും അടങ്ങുന്ന സംഘം ജീപ്പിൽ അയ്യമ്പുഴയിലേക്ക് എത്തുകയായിരുന്നു. ഇതിനിടെയാണ് സംശയാസ്പദമായ റോഡരികിൽ ബൈക്ക് നിർത്തിയത് ശ്രദ്ധയിൽപ്പെട്ടത്. നേപ്പാൾ സ്വദേശിനിയും ആൺസുഹൃത്തുമായിരുന്നു ബൈക്കിലുണ്ടായിരുന്നത്. തുടർന്ന് പോലീസ് ഇവരോട് കാര്യങ്ങൾ തിരക്കുകയായിരുന്നു. എന്നാൽ ഇതിൽ വ്യക്തതയില്ലാത്തതിനാൽ ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു. ഇതിനിടെ യുവതി പോലീസിനെ ആക്രമിച്ചു. SIയുടെ മൂക്കിനിടിക്കുകയും മറ്റു പോലീസുകാരെ കടിക്കുകയും മാന്തുകയും ചെയ്തു. തുടർന്ന് നാട്ടുകാരിടപെട്ട് പ്രതികളെ പിടികൂടുകയായിരുന്നു. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, പോലീസിനെ ആക്രമിക്കുക എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കഞ്ചാവും ലഹരി വസ്തുക്കളും വ്യാപകമായി കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. വിമാനത്താവളങ്ങളിൽ പരിശോധന ശക്തമാക്കിയതോടെ ലഹരി മാഫിയ സംഘങ്ങൾ വേറിട്ട രീതികൾ പരീക്ഷിക്കുകയാണ്. മലപ്പുറം സ്വദേശികളായ യുവാക്കൾ ഒമാനിൽ നിന്ന് MDMAയുമായി ആദ്യം എത്തിയത് മുംബൈയിലാണ്. അവിടെ നിന്ന് ട്രെയിൻ മാർഗം തിരൂരിലെത്തി. എന്നാൽ വലിയ റിസ്ക് എടുത്ത് കസ്റ്റംസിനെ വരെ വെട്ടിച്ച് നാട്ടിലെത്തിയപ്പോൾ പോലീസ് പിന്നാലെ. യുവാക്കളെ ചോദ്യം ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് MDMA കണ്ടെടുത്തത്. പ്രതികളിൽ നിന്ന് ലക്ഷങ്ങൾ വില മതിക്കുന്ന 141 ഗ്രാം MDMA തിരൂർ പോലീസ് പിടിച്ചെടുത്തു. ആനമങ്ങാട് സ്വദേശി പുല്ലാനിക്കൽ ഹൈദരലി, തിരൂരങ്ങാടി സ്വദേശി കുന്നത്ത് സൈനർ,
വേങ്ങര കണ്ണമംഗലം സ്വദേശി പാറക്കൽ മുഹമ്മദ് കബീർ എന്നിവരാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് പോലീസിന്റെ പിടിയിലായത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തിരൂർ പോലീസും തിരൂർ പെരിന്തൽമണ്ണ ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ഹൈദരലി ദിവസങ്ങൾക്ക് മുമ്പ് വിസിറ്റിംഗ് വിസയിൽ ഒമാനിൽ പോയതായിരുന്നു. 3 ദിവസം മുമ്പ് തിരികെ മുംബൈയിലെത്തി മറ്റു 2 പേരെയും കൂട്ടി അവിടെ നിന്നും ട്രെയിൻ മാർഗമാണ് തിരൂരിലെത്തിയത്. 141.58 ഗ്രാം MDMA ആണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ലഹരി മരുന്നുമായി കടന്നുകളയാൻ ശ്രമിക്കവെയാണ് ഇവർ പോലീസിന്റെ വലയിലായത്. ഒമാനിൽ വെച്ച് പാകിസ്ഥാൻ സ്വദേശിയായ വിൽപ്പനക്കാരനിൽ നിന്നാണ് 360 റിയാൽ നൽകി ലഹരി മരുന്ന് വാങ്ങിയതെന്ന് പിടിയിലായ ഹൈദരലി പോലീസിനോട് പറഞ്ഞു. കേരളത്തിൽ ഇതിന് 5 ലക്ഷത്തോളം രൂപ വിലമതിക്കും. ഒമാനിൽ ലഭിക്കുന്ന MDMA വീര്യം കൂടിയതായതിനാൽ ആവശ്യക്കാരേറെയാണെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 തിരൂർ. രോഗിയുമായി ആംബുലൻസുകൾ വരുന്നത് കണ്ടാലും വഴി കൊടുക്കാത്ത സാമൂഹ്യദ്രോഹികൾ വേറൊരു നാട്ടിലും കാണില്ല. ആംബുലൻസിന് വഴിമുടക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ ഇപ്പോൾ തുടർക്കഥയാണ്. ഏറ്റവും ഒടുവിൽ എറണാകുളം മൂവാറ്റുപുഴയിലാണ് രോഗിയുമായി പോയ ആംബുലൻസിനെ കടത്തിവിടാതെ കാർ ഗതാഗത തടസ്സം സൃഷ്ടിച്ചത്. ഒരു ഇന്നോവ കാറിൽ യാത്ര ചെയ്തവരാണ് ആംബുലൻസിന് കുറുകെ വാഹനം ഓടിച്ചത്. സംഭവത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. രാവിലെ 11 മണിക്ക് മൂവാറ്റുപുഴയിൽ വച്ചാണ് സംഭവം. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി വന്ന ആംബുലൻസിന്റെ വഴിയാണ് ഇന്നോവ കാർ മുടക്കിയത്. ഡയാലിസിസ് ചെയ്യാനുള്ള രോഗിയാണ് ആംബുലൻസിൽ ഉണ്ടായിരുന്നത്. 4 മിനിറ്റോളം ഇന്നോവ വഴിമുടക്കിക്കൊണ്ട് ആംബുലൻസിന്റെ മുന്നിലൂടെ പാഞ്ഞു പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഒടുവിൽ റോങ് സൈഡ് കയറി ഓവർടേക്ക് ചെയ്താണ് ആംബുലൻസിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. ആംബുലൻസിന് വഴിമുടക്കിയത് KL06E7272 രജിസ്ട്രേഷൻ നമ്പറിലുള്ള ടൊയോട്ടോ ഇന്നോവ വാഹനമാണ്. ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകളും രോഗിക്ക് ഉണ്ടായിരുന്നുവെന്ന് ആംബുലൻസ് ഡ്രൈവർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആംബുലൻസ് ഡ്രൈവർ MVDക്ക് പരാതി നൽകിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ സമാനമായ രീതിയിൽ ആംബുലൻസിന്റെ വഴിമുടക്കി സ്കൂട്ടർ യാത്രക്കാരി വാഹനമോടിച്ച ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. കാലൂർ മെട്രോ സ്റ്റേഷന് സമീപം തുടരെ ഹോണടിച്ചിട്ടും യുവതി സ്കൂട്ടർ ഒതുക്കി നൽകിയില്ലെന്ന പരാതി ലഭിച്ചിരുന്നു. പിന്നാലെ യുവതിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരുന്നു. 6 മാസത്തേക്കാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തത്. ഇവർക്ക് 5000 രൂപ പിഴയും ചുമത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. മൂക്കറ്റം കള്ളും കുടിച്ച് തലയ്ക്ക് വെളിവില്ലാതെ നടക്കുന്നവർ എത്ര മനുഷ്യരെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്. വീട്ടുകാർക്ക് മാത്രമല്ല നാട്ടുകാർക്കും ഇങ്ങനെയുള്ള മദ്യപാനികൾ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഒരു ബസ്സിലുണ്ടായ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മദ്യപിച്ച് ലക്കുകെട്ട് KSRTC ബസ്സിൽ കയറിയ യുവാവ് വെളിവില്ലാതെ ബസ്സിൻ്റെ സീറ്റിനടിയിൽ കിടന്നുറങ്ങി. ബസ് കാട്ടാക്കട KSRTC ഡിപ്പോയിലെത്തിയിട്ടും യാത്രക്കാരന് ബോധം വന്നില്ല. പിന്നീട് പോലീസെത്തി ഏറെ പ്രയാസപ്പെട്ടാണ് യുവാവിനെ ബസ്സിൽ നിന്നും പുറത്തിറക്കിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് നെടുമങ്ങാട് നിന്ന് പുറപ്പെട്ട് 3:30 കാട്ടാക്കടയിലെത്തിയ ബസ്സിലാണ് ഈ സീൻ. യാത്രക്കാരെല്ലാം ഇറങ്ങിയതിനു ശേഷം കണ്ടക്ടർ നോക്കുമ്പോൾ സീറ്റിനടിയിൽ ഒരാൾ. എത്ര തട്ടി വിളിച്ചിട്ടും രക്ഷയില്ല.
അബോധ മനസ്സിനെ ഉണർത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട KSRTC ജീവനക്കാർ ഒടുവിൽ പോലീസിനെ വിളിച്ചു. കാട്ടാക്കട SIയും സംഘവും എത്തി. ഏറെ പണിപ്പെട്ടാണ് സീറ്റിനടിയിൽ നിന്നും ആളെ പുറത്തെടുത്തത്. 1 മണിക്കൂറോളമാണ് കാട്ടാക്കട KSRTC ഡിപ്പോയെയും പോലീസിനെയും ഒക്കെ ഇദ്ദേഹം മുൾമുനയിൽ നിർത്തിയത്. ബോധം വന്നതോടെ കേസൊന്നുമായില്ലെന്ന ആശ്വാസത്തിൽ ആശാം വീട്ടിലേക്ക് മടങ്ങി. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന മുന്നറിയിപ്പോടെ ന്യൂസ് 18 തിരുവനന്തപുരം. ആതുര സേവന രംഗത്ത് ഇറങ്ങേണ്ട 5 നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത. നിരന്തരം ലഹരി ഉപയോഗിച്ച് ജൂനിയർ വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്നതിലൂടെ ആനന്ദം കണ്ടെത്തിയവർ. ആക്രമണത്തിന് ഇരകളായവർ വേദന കൊണ്ട് പുളയുമ്പോൾ ദൃശ്യങ്ങൾ പകർത്തി സന്തോഷിച്ചവർ. കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ പ്രതികളുടെ ക്രൂരതയെക്കുറിച്ച് അക്കമിട്ട് നിരത്തുന്നതാണ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രം. കേസെടുത്ത് 47-ാം ദിവസമാണ് ഗാന്ധിനഗർ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. റാഗിങ്ങിനെ കുറിച്ച് പുറത്തു പറയാതിരിക്കാൻ പ്രതികൾ ഭീഷണിപ്പെടുത്തിയിരുന്നതായും കുറ്റപത്രത്തിൽ പറയുന്നു. റാഗിംഗ് ക്രൂരതയുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന കേസായിരുന്നു കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസ്. ഈ കേസിലാണ് വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. സീനിയർ വിദ്യാർത്ഥികളായ 5 പേരെ പ്രതിയാക്കിയാണ് കുറ്റപത്രം. കോളേജ് അധ്യാപകർക്കോ വാർഡനോ സംഭവത്തിൽ പങ്കില്ല എന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. 11-ാം തീയതിയാണ് റിപ്പോർട്ടായത്. ഇപ്പം 47 ദിവസമായി. 47 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് കൊടുത്തിട്ടുണ്ട്. കോടതി വെരിഫൈ ചെയ്ത് അത് ചാർജ് പിടിച്ചിട്ടുണ്ട്. 40ഓളം സാക്ഷികളാണ് കേസിലുള്ളത്. പരാതിക്കാരന് പുറമെ റാഗിങ്ങിനിരയായ 5 വിദ്യാർത്ഥികൾ പ്രധാന സാക്ഷികളാണ്. പരിശോധന പൂർത്തിയാക്കിയ ശേഷം കുറ്റപത്രം കോടതി സ്വീകരിച്ചു. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ വൈകാതെ ഉണ്ടാകും. പ്രമാദമായ കേസിൽ തന്ത്രപരമായി വളരെ പെട്ടെന്ന് പ്രതികളെ പിടികൂടാനായതും അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാനായതും പോലീസിന്റെ നേട്ടമാണ്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഇടുക്കിയിൽ മോഷണ സംഘങ്ങൾ വിലസുകയാണ്. വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ലക്ഷ്യമിട്ടാണ് കവർച്ച നടത്തുന്നത്. ഇരട്ടയാർ, കൊച്ചുകാമാക്ഷി മേഖലകളിൽ 4 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണമുണ്ടായി. കൊച്ചുകാമാക്ഷിയിലെ 3 വ്യാപാര സ്ഥാപനങ്ങളിലും ഇരട്ടയാറിലെ ഒരു കടയിലുമാണ് കള്ളൻ കയറിയത്. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. വ്യാഴാഴ്ച രാത്രിയിലാണ് ഇരട്ടയാർ, ചെമ്പകപ്പാറ, കൊച്ചുകാമാക്ഷി മേഖലകളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നത്. ഇതിൽ ചെമ്പകപ്പാറ എറത്തുകുന്നേൽ സുധാകരന്റെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് 25,000 രൂപ നഷ്ടമായി. കൊച്ചുകാമാക്ഷിയിൽ അനീഷിന്റെ കോഴിക്കട, ജോസഫിന്റെ പലചരക്ക് കട, സമീപത്തെ റേഷൻ കട എന്നിവിടങ്ങളിലും മോഷണ ശ്രമവും നടന്നു. ഈ വ്യാപാര സ്ഥാപനങ്ങളുടെ പൂട്ടുപൊളിച്ച് മോഷ്ടാവ് അകത്ത് കടന്നെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സമീപത്തെ ചിക്കൻ കടയിൽ കയറി CCTVയുടെ മെമ്മറി കാർഡും മോഷ്ടാവ് നശിപ്പിച്ചു. പള്ളിക്കാനം മേഖലയിലെ ട്രാൻസ്ഫോമർ ഓഫ് ചെയ്താണ് കാര്യങ്ങൾ നടത്തുന്നത്. CCTV കുറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. തങ്കമണിയിൽ നിന്ന് പോലീസ് അധികാരികൾ വരികയും അവർ അന്വേഷണം നടത്തി പോവുകയും ചെയ്തു. അടിയന്തരമായിട്ട് പഞ്ചായത്തിൽ നിന്ന് ഒരു 3 സിറ്റിയിലായിട്ട് ക്യാമറ സ്ഥാപിക്കണമെന്ന് പ്രത്യേകം വ്യാപാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നു. സംഭവത്തിൽ തങ്കമണി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മേഖലയിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. ഇതിൽ മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പള്ളിക്കാനം, ചെമ്പകപ്പാറ മേഖലകളിലെ ട്രാൻസ്ഫോർമറുകളിൽ നിന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷമായിരുന്നു മോഷണം. ന്യൂസ് 18 ഇടുക്കി. മിണ്ടാപ്രാണികളോട് പോലും കൊടും ക്രൂരത കാണിക്കുന്ന ചിലരുണ്ട്. പാലക്കാട് മണ്ണാർക്കാട്
പശുവിനെ മോഷ്ടിച്ചു കൊണ്ടുപോയി കൊന്ന ശേഷം കാലുകൾ മുറിച്ചെടുത്തു. തെങ്കര സ്വദേശി ജയപ്രകാശിൻ്റെ പശുവിനെയാണ് മോഷ്ടാക്കൾ കൊന്ന് ഇറച്ചിയാക്കി കടത്തിയത്. സംഭവത്തിൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുവിനെയാണ് മോഷ്ടിച്ചു കൊണ്ടുപോയി കൊന്ന കാലുകൾ മുറിച്ചെടുത്തത്. ആവശ്യമുള്ളത്ര മാംസം വെട്ടിയെടുത്ത ശേഷം ജഡം വനത്തിന് സമീപം ഉപേക്ഷിച്ചു. തെങ്കര പഞ്ചായത്തിലെ മെഴുകുംപാറ താണിപ്പറമ്പിലാണ് ഞെട്ടിക്കുന്ന സംഭവം. പരുത്തിപ്പുള്ളി ജയപ്രകാശിന്റെ 2 വയസ്സുള്ള പശുവിനെയാണ് മോഷ്ടാക്കൾ കൊന്ന് ഇറച്ചിയാക്കി കടത്തിയത്. ബുധനാഴ്ച രാത്രി പശുക്കൾക്ക് തീറ്റ നൽകിയ ശേഷമാണ് ജയപ്രകാശൻ ഉറങ്ങാൻ പോയത്. കറവയുള്ള ഒരു പശുവും 2 പശുക്കുട്ടികളുമാണ് ഇദ്ദേഹത്തിനുള്ളത്. രാവിലെ പശുവിനെ കറക്കാനായി എത്തിയപ്പോൾ കൂട്ടത്തിലൊന്നിനെ കാണാനില്ലായിരുന്നു. കെട്ടഴിഞ്ഞു പോയതാകാമെന്ന് കരുതി. തുടർന്ന് മണ്ണിൽ പതിഞ്ഞ പശുവിന്റെ കാൽപ്പാടുകൾ നോക്കി നടത്തിയ തിരച്ചിലിൽ വീട്ടിൽ നിന്നും 1 കിലോമീറ്ററോളം മാറിയുള്ള വനാതിർത്തിക്കടുത്ത് ജഡം കണ്ടെത്തുകയായിരുന്നു. ജയപ്രകാശൻ മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും തെളിവെടുത്തു. ഈ പ്രദേശങ്ങളിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ടെന്നും ലഹരിക്ക് അടിമപ്പെട്ടവർ ചെയ്ത പ്രവൃത്തിയായിരിക്കാം ഇതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പശുക്കളെ വളർത്തിയാണ് ജയപ്രകാശനും കുടുംബവും ജീവിക്കുന്നത്. പ്രതികൾക്കായി അന്വേഷണവും ഊർജിതമാക്കിയതായി മണ്ണാർക്കാട് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ആശ്വാസം. എക്സാലോജിക്കും CMRLും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി തള്ളി. ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന വിജിലൻസ് കോടതിയുടെ പരാമർശം അനാവശ്യമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. അഴിമതിക്കെതിരായ പോരാട്ടം തുടരുമെന്ന് മാത്യു കുടനാടൻ പ്രതികരിച്ചു. മാത്യു കുഴൽനാടൻ MLAയും പൊതുപ്രവർത്തകനായ ഗിരീഷ് ബാബുവും നൽകിയ ഹർജികളാണ് തള്ളിയത്. ജസ്റ്റിസ് K ബാബുവിന്റേതാണ് ഉത്തരവ്. ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വിജിലൻസ് കോടതി പരാമർശം അനാവശ്യമെന്ന് ഹൈക്കോടതി പരാമർശിച്ചു. മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക്കും കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRLും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാട് വിജിലൻസ് അന്വേഷിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നേരത്തെ ഈ ആവശ്യം തള്ളിയിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്ഥാനം ഉപയോഗിച്ചാണ് എക്സാലോജിക് കമ്പനി CMRൽ നിന്ന് മാസപ്പടി വാങ്ങിയതെന്നും ഇത് വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നുമായിരുന്നു വാദം. അഴിമതിക്കെതിരെ പോരാട്ടം തുടരുമെന്ന് മാത്യു കുഴൽനാടൻ MLA. ഇത് ഈ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് നന്നായി അറിയാം, ഇത് മറ്റാർക്കുമെതിരെയല്ല, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള നിയമ പോരാട്ടമാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതൊട്ടും എളുപ്പമാകില്ല, ഒട്ടും അനായാസമല്ല എന്ന പൂർണ്ണ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാനിതിന് ഇറങ്ങിത്തിരിച്ചത്. നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഞാൻ തുടരും. ഹൈക്കോടതി ഉത്തരവ് പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമപരമായ ലീഗലായിട്ടുള്ള പ്രശ്നമാണ് വിജിലൻസ് കേസാണോ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ മണി ലോണ്ടറിംഗ് ആക്ട് ആണോ EC ആക്ട് ആണോ നിലനിൽക്കുന്നത് എന്നുള്ളത് നിയമപരമായ പ്രശ്നം. അത് ഇപ്പം കേസ് കൊടുത്ത മാത്യു കുഴൽനാടൻ അതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. മഴവിൽ സഖ്യത്തിന്റെ ഒരു ആരോപണം കൂടി തകർന്നു തരിപ്പണമായെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗവൺമെന്റിനെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും മകൾക്കെതിരായിട്ടും ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ബോധപൂർവമായ UDFന്റെ BJPയുടെ ഞാൻ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മഴവിൽ സഖ്യത്തിന്റെ ഒരു ആരോപണവും കൂടി തകർന്നു തരിപ്പണായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പ്രതിപക്ഷത്തിന്റെ നുണപ്രചാരണം പൊളിഞ്ഞെന്ന് മന്ത്രി MV രാജേഷ് പരിഹസിച്ചു. ആരോപണങ്ങളുടെയും പരമ്പരയിൽ മറ്റൊന്നുകൂടി ഇപ്പോൾ പൊട്ടിത്തകർന്നിരിക്കുന്നു എന്നതാണ് ഈ വിധി വ്യക്തമാക്കുന്നത്. ഒന്ന് പൊളിഞ്ഞാൽ ഒട്ടും കൂസലില്ലാതെ അടുത്തതുമായിട്ട് ഇറങ്ങുക. ന്യൂസ് 18 കൊച്ചി. ആലപ്പുഴ കളക്ടറേറ്റിലെ ജാതി വിവേചന പരാതിയിൽ
ആരോപണ വിധിയായ ഉദ്യോഗസ്ഥയെ സംരക്ഷിക്കാൻ നീക്കം. ഹുസൂർ ശിരസ്തദാർ പ്രീത പ്രതാപിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് ഡെപ്യൂട്ടി കളക്ടർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറി. ജാതി വിവേചനം നേരിട്ടതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. പരാതി നൽകിയ ജീവനക്കാരനെ കഴിഞ്ഞ ദിവസം റവന്യൂ വിഭാഗത്തിൽ നിന്നും നീക്കം ചെയ്തിരുന്നു. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. ആലപ്പുഴ കളക്ടറേറ്റിൽ പട്ടികജാതി വിഭാഗക്കാരായ ചൌക്കിദാർമാർക്കായി പ്രത്യേകം ഹാജർ ബുക്ക് ഏർപ്പെടുത്തി ജാതീയ വിവേചനം കാണിക്കുന്നുവെന്ന് ചൌക്കിദാറായ രഞ്ജിത്തിന്റെ ഭാര്യ നൽകിയ പരാതിയിലാണ് ലാൻഡ് അക്വിസിഷൻ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ദിലീപ് ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് റിപ്പോർട്ട് നൽകിയത്. ആരോപണ വിധേയായ ഹുസൂർ ശിരസ്ദാർ പ്രീത പ്രതാപിനെതിരായ പരാതിയിൽ കഴമ്പില്ലെന്നാണ് ഡെപ്യൂട്ടി കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. ജാതീയ വിവേചനം നടന്നിട്ടില്ലെന്ന് മറ്റു ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. അദ്ദേഹം ആരോപിക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് മറ്റും നടത്തുന്നതെന്നാണ് ഇപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ അതിനായിട്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ പറഞ്ഞ ആരോപണം എന്തെങ്കിലും രീതിയിൽ വർഗീയതയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അയിത്താചരണം ഉണ്ടായെന്നറിയാൻ വേണ്ടി അദ്ദേഹം ഒരു 10ഓളം ഇതിൻ്റെ കൂടെയുള്ള സ്റ്റാഫിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മൊഴി എടുത്തിട്ടുണ്ട്. ആ മൊഴി ഉൾപ്പെടെയാണ് സമർപ്പിച്ചിരിക്കുന്നത്. ആ മൊഴിക്കകത്തൊന്നും ആരും തന്നെ ഇങ്ങനെ ഒരു ആക്ഷേപം ഈ പറയപ്പെടുന്ന ഈ പ്രീത പ്രതാപനെ പറ്റിയാണ് പറയുന്നത്. പറയപ്പെടുന്നവരെ പറ്റി അങ്ങനെ ആക്ഷേപം ആരും തന്നെ ഉന്നയിച്ചിട്ടില്ല. ആരോപണം നേരിട്ട ഉദ്യോഗസ്ഥയെ സംരക്ഷിക്കുന്ന നിലപാട് കൈക്കൊണ്ട മേലുദ്യോഗസ്ഥർ പരാതിക്കാരനായ രഞ്ജിത്തിനെ ചൌക്കിദാർ തസ്തികയിൽ നിന്ന് റവന്യൂ വിഭാഗത്തിൽ നിന്ന് തന്നെ മാറ്റി ഇലക്ഷൻ കൺട്രോൾ വിഭാഗത്തിലേക്ക് പോസ്റ്റ് ചെയ്തു. എൻക്വയറി നടത്തി. എൻക്വയറിക്ക് ശേഷം നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു മെയിൻ വിഷയം അദ്ദേഹത്തിന് ഒരു വിഷയം വരാന്തയിൽ കിടന്ന് തുറക്കുന്നതിനൊരു അവസ്ഥ വരുന്നൊക്കെയാണ് അദ്ദേഹത്തിന് ഒരു പേടി. നമ്മൾ അതുകൊണ്ട് അദ്ദേഹം ഒറിജിനലി OA ആയിരുന്നു. ഇവിടെ നമ്മൾ 2022 ഇവിടെ ഈ ചൌക്കിദാർ പോസ്റ്റ് അദ്ദേഹം വന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരിച്ച് അദ്ദേഹത്തെ OA ആക്കി കളക്ടറേറ്റിൽ തന്നെ പോസ്റ്റ് ചെയ്തു. എന്നാൽ വകുപ്പ് മാറ്റം പ്രതികാര നടപടിയെന്നാണ് രഞ്ജിത്തിന്റെ കുടുംബം ആരോപിക്കുന്നത്. റവന്യൂ വിഭാഗത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥയ്ക്കെതിരെ ആ വകുപ്പിലെ തന്നെ കീഴ് ജീവനക്കാരൻ നൽകിയ പരാതിയിന്മേൽ റവന്യൂവിലെ തന്നെ ഡെപ്യൂട്ടി കളക്ടർ അന്വേഷണം നടത്തിയാൽ എന്ത് നീതിയാണ് ലഭിക്കുക എന്നതാണ് രഞ്ജിത്തിന്റെ കുടുംബം ഉന്നയിക്കുന്ന ചോദ്യം. ഫെബ്രുവരി 3-ാം തീയതി പട്ടികജാതി കമ്മീഷന് പരാതി കൊടുത്തു എന്നതിന്റെ പ്രതികാരം എന്ന നിലയിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ മാറ്റിയതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കേസിലെ പ്രതിയെ അവിടെ നിലനിർത്തുകയും പരാതിക്കാരനായ എന്റെ ഭർത്താവിനെ മാറ്റിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പട്ടികജാതിക്കാരെ തെക്ക് വടക്ക് ഓടിക്കുകയാണ്. ഇത് എന്തൊരു നീതിയാണ്? ഇതിനെതിരെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണയും എനിക്ക് വേണമെന്ന് അഭ്യർത്ഥിക്കണം. അതേസമയം അയിത്താചരണ വിവാദത്തിൽ പരാതിക്കാരനായ ജീവനക്കാരന് പിന്തുണ നൽകിക്കൊണ്ട് ദളിത് കോൺഗ്രസ് നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ന്യൂസ് 18 ആലപ്പുഴ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാലായിൽ ലഹരി മരുന്നുമായി ഒരാൾ പിടിയിൽ. ക്യാൻസർ രോഗികൾക്ക് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനായി കുത്തിവയ്ക്കുന്ന മെഫെൻഡെർമിൻ സൾഫേറ്റ് ഇഞ്ചക്ഷന്റെ 300 പാക്കറ്റുമായി പിടിയിലായത് ഉളനാട് സ്വദേശി ജിതിൻ. നെയ്യാറ്റിൻകരയിൽ എക്സൈസിന്റെ മിന്നൽ പരിശോധനയിൽ 3000 കിലോയിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിലേക്ക് വിതരണം ചെയ്യാൻ സൂക്ഷിച്ചിരുന്ന ഇവയ്ക്ക് വിപണിയിൽ 50 ലക്ഷത്തിലധികം രൂപ വില വരും. സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. ബംഗളൂരുവിലെ പുളിമാവിൽ യുവാവ് ഭാര്യയെ കൊലപ്പെടുത്തി മൃതദേഹം ഒടിച്ചു മടക്കി സ്യൂട്ട് കേസിലാക്കി. 32-കാരിയായ ഗൌരിയെ കൊലപ്പെടുത്തിയ ഭർത്താവ് രാകേഷ് സാംബേക്കർ പൂനെയിൽ പിടിയിൽ. ബാലരാമപുരത്ത് അമ്മാവൻ കിണറ്റിലെറിഞ്ഞു കൊന്ന ദേവനന്ദുവിന്റെ അമ്മ ശ്രീധുവിന് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജാമ്യം. നെയ്യാറ്റിൻകര കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും ജാമ്യക്കാർ എത്താത്തതിനാൽ ശ്രീധു ജയിൽ മോചിതയായില്ല. നമ്മളൊക്കെ ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ പതിവായി പോസ്റ്റ് ചെയ്യുന്നവരല്ലേ? പ്രൊഫൈലുകൾ പബ്ലിക്കായി എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ വെച്ചാലുള്ള അപകടത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. കോഴിക്കോട് വടകരയിലെ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്. ആദ്യം പെൺകുട്ടിയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് പണം ആവശ്യപ്പെട്ട് യുവാവിൻ്റെ ഭീഷണി. പിന്നാലെ അവളുടെ അമ്മയ്ക്കും ആ ഫോട്ടോകൾ അയച്ചു കൊടുത്തു. ഇത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാതിരിക്കാൻ 2 ലക്ഷം രൂപയാണ് അയാൾ ആവശ്യപ്പെട്ടത്. ആദ്യം ഒന്ന് പതറിയെങ്കിലും പെൺകുട്ടിയുടെ അമ്മ പോലീസിൽ പരാതിപ്പെട്ടു. പിന്നാലെ സൈബർ ക്രൈം പോലീസ് പ്രതിയെ പിടികൂടി. കോഴിക്കോട് വടകര സ്വദേശി
അതുൽ കൃഷ്ണയെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതിപ്പോൾ കോഴിക്കോട് സംഭവിച്ച ഒരു കാര്യമായിരിക്കാം. നാളെ നമ്മുടെ വീടുകളിലേക്കും ഇതുപോലുള്ള ഭീഷണികൾ വന്നേക്കാം. അങ്ങനെ ഉണ്ടായാൽ ഭയപ്പെടുകയല്ല വേണ്ടത്. ഉടൻ തന്നെ പോലീസിനെ സമീപിച്ച് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.